ഇന്നലെ എനിക്ക് PSC ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ശനിയും ഞായറുമാണ് ഞാൻ രാവിലെ മറന്നുറങ്ങണ ദിവസം. നല്ല ലേറ്റായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ ഇന്നലെയും പതിവ് പോലെ ലേറ്റായി എണീറ്റ് അപ്പത്തിന് മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി PSC ഡ്യൂട്ടിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. നമുക്ക് 12:30 അവിടെ എത്തണം. ഞാൻ 12 മണിക്ക് കുളിക്കാൻ കയറിയത്. പിന്നെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ 12:30 ആയി. പിന്നെ പെട്ടെന്ന് ചോറെടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ ചോറൊന്നും കഴിക്കാണ്ട് പോവില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പോയിട്ട് എനിക്ക് വിശപ്പ് വന്നത്. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തു ഇനി ഫുഡ് കഴിക്കാണ്ട് PSCക്ക് പോകില്ല. അപ്പോൾ ഞാനിത് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടാണ് പോണത്. ഞാൻ പൊതുവെ കറി ഒഴിക്കണ ആളല്ല കേട്ടോ. എനിക്ക് കറി ഒഴിക്കാണ്ട് ചോറ് കഴിക്കണതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പരിപ്പും പടവലങ്ങയും കറി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനതും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫുള്ളൊരു തട്ടിക്കൂട്ടാണ് കേട്ടോ. കുറച്ച് കോളിഫ്ലവർ മസാല ആക്കിയതുണ്ടാകും. അതും പൊരിച്ചു, പയറുപ്പേരിയും. അങ്ങനെ ഇന്നത്തെ സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ PSCക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മളിരുന്ന് സംസാരിച്ച് മീറ്റിങ്ങൊക്കെ എല്ലാ PSCയുടെ മുമ്പ് മീറ്റിംഗ് കൂടും. ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് PSC എക്സാം ഡ്യൂട്ടിയൊക്കെ കഴിച്ച് ഇപ്രാവശ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള ആളുകളും PSCക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വേറെ മാറ്റിയിരുത്തിയിട്ടൊക്കെ എക്സാം എഴുതിച്ചത് തോന്നുന്നു. എന്തൊക്കെയോ അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ PSCക്ക് പോകുമ്പോഴാണ് എൻ്റെ സ്കൂളിലെ ഷെൽഫൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനുള്ളത്. എത്ര നമ്മൾ ആഴ്ചയിൽ ചെയ്താലും അതിൽ വേണ്ടാത്തത് ഉണ്ടാവും. പക്ഷേ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ചെയ്യൂല, ഭയങ്കര മടിയാവും. പക്ഷേ PSC ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുറച്ച് ടൈം കിട്ടും. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടും കുറച്ച് നേരമൊക്കെ ഒന്നിരുന്നാലും അപ്പോൾ വേറെ ആരും കൂടുതൽ സംസാരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ചെയ്യാനുള്ള പണികളൊക്കെ ഞാൻ ചെയ്തു വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. വാങ്ങിച്ച ബുക്കേ വായിച്ച് തീർന്നിട്ടില്ല. അപ്പത്തിന് അടുത്ത സെറ്റ് ഓഫ് ബുക്സും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഹാപ്പിയായി.